ഞാൻ എന്നും വെള്ളം ഒഴിക്കുമായിരുന്നു. വളർട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. നാടൻ ഇഞ്ചിയാണ്. അത് നമ്മുടെ അപ്പച്ചൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്നതാണ്. നമുക്ക് ഇന്ന് ഈ സമയത്ത് നമുക്ക് ഇഞ്ചി നടന്ന സമയമല്ല. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കെട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിൽ നമ്മൾ കുഴിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പൊതയിടാന്നാണ് നമ്മൾ പറയുക. നമ്മൾ പൊതയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇഞ്ചി. നമ്മൾ ഈ ഇഞ്ചി പൊതയിടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകത്തിൽ മുക്കി വെച്ചിട്ട് അത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ചാണകത്തിൽ മുക്കിയിട്ട് നമ്മളത് ഉണക്കിയെടുത്തേക്കുന്ന ഇഞ്ചിയാണ്. ഇനി നമുക്ക് ഇഞ്ചി നമ്മൾ മണ്ണിൽ പൊതയിട്ട് വയ്ക്കും. കാരണം അതായത് ഈ സമയത്ത് നമ്മൾ ഇഞ്ചി നടുന്ന സമയമല്ല. അപ്പോൾ ഇഞ്ചി കെട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി പോയിട്ട് പൊതയിടാം. അത്യാവശ്യം തണലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഇഞ്ചി പൊതയിട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഒരു സ്ഥലം നമ്മൾ ഒരുക്കി വെച്ചേക്കുന്നത്. നമ്മളുടെ വട്ടത്തിൽ നമ്മൾ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. നമുക്ക് കിട്ടണത് എടുക്കുക. നമ്മുടെ പാളയമോ ഉണങ്ങിയിട്ടുണ്ടായിരുന്ന ചാണകപ്പൊടി അടക്കം നമ്മളത് ഉണങ്ങിയിരിക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ട്. നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ ആ പൊടിയൊക്കെ തട്ടി അതിലേക്ക് തന്നെ ഇടുകയാണ്. പുതുമഴ പെയ്യുന്ന സമയത്ത് ഇത് ഇഞ്ചി നമ്മൾ മുളച്ച് വരും. അപ്പോൾ മുളച്ച് വരുമ്പോൾ നമ്മളിത് പറിച്ചെടുത്തിട്ട് വാരം കൂട്ടിയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. നമുക്ക് ഇതിന് മണ്ണൊക്കെ മൂടി ചവക്കയുടെ ഇലയുണ്ട് കുറച്ച്, അതൊക്കെ ഇട്ട് പൊതയൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. നമ്മളത് ചെറുതായിട്ട് നമ്മൾ മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. ഇഞ്ചിയുടെ മുകളിലേക്ക് ഒരുപാട് മണ്ണ് വരാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഒരുപാട് മണ്ണായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മുളച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതിന്. അതുകൊണ്ട് നമ്മൾ കുറച്ചീശ മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് പൊതയിടാനായിട്ട് നമ്മളുടെ വാഴയുടെ ഇല ഉണങ്ങിയതാണ് നമ്മൾ എടുക്കണേ. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ ഇട്ട് നമ്മുടെ ഇഞ്ചി നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുതുമഴ പെയ്യുമ്പോൾ ഇത് മുളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കാം. ഇഞ്ചിക്ക് പൊതയൊക്കെ ഇട്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ തേങ്ങ ഇടാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ തേങ്ങുമ്പോൾ കയറി കുറച്ചൊക്കെ തേങ്ങ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇട്ട തേങ്ങയൊക്കെ ഒന്ന് പറക്കി നമ്മുടെ അടുക്കള വശത്ത് തന്നെ ഒരു ഭാഗത്ത് കൂട്ടി വയ്ക്കുകയാണ്. അതിൽ നമ്മൾ നോക്കി നല്ല തേങ്ങകൾ നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്യാറ്. അടുത്ത ആഴ്ച നമ്മുടെ വീട്ടിൽ പെരുന്നാളാണ്. അതാണ് ഇത്ര പെട്ടെന്ന് തന്നെ നമ്മൾ തേങ്ങ ഇടുന്നത്. നമുക്ക് കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് തേങ്ങ വേണമല്ലോ. തേങ്ങയൊക്കെ പറക്കി ഒരു ഭാഗത്ത് കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി പണികളുണ്ട് പറമ്പിൽ. നമ്മൾ കുറച്ച് പപ്പായയുടെ വിത്ത് നമ്മൾ മുളപ്പിക്കാനായിട്ട് പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് മുളച്ച് നമുക്ക് പറിച്ച് ഒരു കവറിലാക്കാനാവുന്ന രീതിയിലായി ആ ഒരു വലിപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പപ്പായയുടെ തൈകൾ കേട്ടോ. നമ്മുടെ റെഡ് ലേഡി വിഭാഗത്തിൽ വരുന്ന തൈകളാണ്. നമ്മൾ കുരു പാകി മുളപ്പിച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഈ തൈകൾ ഓരോന്ന് പറിച്ചെടുത്തിട്ട് നമ്മുടെ കവറിലാക്കി നമുക്കത് തണലത്ത് കൊണ്ട് വയ്ക്കണം. പുതുമഴ പെയ്യുമ്പോഴാണ് നമ്മളിത് കവറിൽ നിന്ന് എടുത്ത് നമ്മുടെ പറമ്പിൽ നമ്മൾ നടുക. നമ്മുടെ കവറിലൊക്കെ നമ്മൾ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിന് ഏറ്റവും നന്നായിട്ട് വലിപ്പമുള്ള നമ്മുടെ തൈ വേര് പൊട്ടാണ്ട് നമുക്ക് പറിച്ചെടുക്കാം. നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമ്മൾ ചുറ്റും അത് ചാണകപ്പൊടി ഇട്ടിട്ട് കവറൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. മതിയാവല്ലേ?
അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതും നല്ല ആരോഗ്യമുള്ള പപ്പായ തൈകൾ നമ്മൾ പറിച്ച് നമ്മളിതേ കവറിലാക്കിയിട്ടുണ്ട്. 15-16 കവറിലോണ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുതുമഴ പെയ്യുമ്പോൾ നമ്മുടെ പറമ്പിലേക്ക് എടുത്ത് മണ്ണിലേക്ക് എടുത്ത് നടാം. ഇനി നമുക്ക് കുറച്ച് നമ്മൾ ഇഞ്ചി നമ്മൾ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ തന്നെ അത് മുളച്ചപ്പോൾ നമ്മളത് ഗ്രോ ബാഗിൽ നട്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം വലിപ്പൊക്കെ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് പറിച്ച് നോക്കാം. അതിൽ ഇഞ്ചി ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇതാണ് ഞാൻ നട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി. പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇഞ്ചിയൊക്കെ നന്നായി വലുതായിട്ട് പുറത്തേക്ക് നമുക്ക് പറിച്ച് നോക്കാം. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇഞ്ചിയൊക്കെ നട്ട് നോക്കിയത്. നമ്മൾ ആ മണ്ണൊന്ന് ഇളക്കി നോക്കിയതാണ് പറിക്കാൻ പറ്റുമോ എന്ന് നോക്കാനായിട്ട്. ആ കൊറേ ഇഞ്ചി ഉണ്ടായിണ്ടല്ലേ. ഏയ് നോക്കിയൊക്കെ പൂവൊക്കെ ഇട്ടതല്ലേ. ജോഷ്ന നട്ട ഇഞ്ചിയാണ്. ഭാഗ്യവശാൽ നട്ട ഇഞ്ചി തന്നെ മുളച്ചിട്ടുള്ളൂ. ഒരു തരി വലിപ്പം വെച്ചിട്ടില്ല. എന്തായാലും നമുക്കിത് ജോഷ്നയ്ക്ക് തന്നെ കൊടുക്കാം. ജോഷ്ന ആദ്യമായിട്ട് നട്ട ഇഞ്ചിയാണ്. കഴിച്ചിട്ടില്ല, കുഴപ്പമില്ല. നല്ല ഇഞ്ചിയാണ്. നമുക്കിത് കൂട്ടാനൊക്കെ ഉപയോഗിക്കാം. ഞാൻ കുറേ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിത് പറിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ എന്നും വെള്ളം ഒഴിക്കുമായിരുന്നു, വളർട്ടില്ല. കുഴപ്പമില്ല. ഈ ഇഞ്ചി എന്തായാലും പാളിപ്പോയി. പക്ഷെ നമ്മൾ അവിടെ നട്ടിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ, അതിൽ നല്ല പ്രതീക്ഷയുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ ബൈ ബൈ.